തൃശൂർ കൊടുങ്ങല്ലൂർ സീറ്റിനെ ചൊല്ലി എൻഡിഎയിൽ പൊട്ടിത്തെറി. ബിജെപി മത്സരിച്ച സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് BDJS-ഉം 2020-യും രംഗത്ത്. ഇതോടെ ഗോപാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാളി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ BJP നേതൃത്വം നിർത്തിവെച്ചു. ലെവിൻ കെ വിജയൻ ചേർന്നു. ലെവിൻ, വലിയ പൊട്ടിത്തെറി തന്നെയാണ്. ഏതായാലും BDJS നേരത്തെ തന്നെ സീറ്റുകൾ അധികം ചോദിച്ചതാണ്. 2020-യും മധ്യ കേരളത്തിൽ നിലവിൽ ഒരു സഖ്യമുണ്ടാക്കിയതോടുകൂടി സീറ്റ് ആവശ്യപ്പെടുന്നുമുണ്ട്. അവർക്കും വലിയ അളവിൽ സീറ്റുകൾ 6-7 സീറ്റുകൾ നൽകിയേക്കും എന്നൊക്കെയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമുണ്ട്. നിലവിലെ പൊട്ടിത്തെറിക്കുള്ള ആധാരം, വിവരങ്ങൾ. ശ്യാമിലി, BJP തൃശൂർ ജില്ലയിൽ നേരിടുന്ന പ്രതിസന്ധി വെളിവാക്കുന്നതാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. സംസ്ഥാനാടിസ്ഥാനത്തിൽ LDF സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ 90% പൂർത്തീകരിക്കുകയും കോൺഗ്രസ് ഇന്ന് അല്ലെങ്കിൽ UDF ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴും തൃശ്ശൂരടക്കം പല മണ്ഡലങ്ങളിലും പല ജില്ലകളിലും NDAക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ BJPക്ക് വലിയ വളർച്ചയുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. NDAയിലെ സഖ്യകക്ഷികളായ 2020-യും BDJS-ഉം സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചതോടുകൂടിയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന വിധത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ B. ഗോപാലകൃഷ്ണനെ കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളായിരുന്നു BJP കേന്ദ്രങ്ങൾ നടത്തിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയടക്കം മുൻ വർഷങ്ങളിൽ ഭരണത്തിന് നേടുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിലുള്ള വളർച്ച മണ്ഡലത്തിൽ BJP കൈവരിക്കുകയും ചെയ്തു. ഈ സംഘടനാ തലത്തിൽ താഴെത്തട്ട് മുതൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കാൻ BJPക്കായി. അത്തരത്തിലുള്ള കാലേക്കൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി BJP സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് BDJS സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. അടുത്തിടെ മുന്നണിയിൽ ഭാഗമായ 2020-യും കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചതോടുകൂടി നാളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള നീക്കങ്ങളടക്കം BJPക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. സംസ്ഥാന പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും പിന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ BJPയുടെ പ്രാദേശിക ഘടകങ്ങൾക്ക് നേരത്തെ തന്നെ ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വവും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് BJP നേതൃത്വം എന്നുള്ള നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ആലപ്പുഴ ചേർത്തലയിൽ BDJS-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷവും എന്തായിരിക്കും BDJS-ന്റെ നിലപാടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ 2020-യും കൊടുങ്ങല്ലൂർ സീറ്റ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. 2021-ൽ BJPയുടെ ഭാഗമായി മത്സരിച്ച സന്തോഷ് ചൊറക്കുളം 28,204 വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ നേടിയത്. 2016-ൽ സംഗീത വിശ്വനാഥൻ ലെവിൻ കെ വിജയനായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ സീറ്റിനെ ചൊല്ലിയാണ് നിലവിൽ NDAയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. BJP മത്സരിച്ച സീറ്റിൽ നിലവിൽ BDJS-ഉം 2020-യും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.